ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അജയ്. എല്ലാവർക്കും നമസ്കാരമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുക വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ എന്താ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹോളോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഹോളോഗ്രാം വെച്ചിട്ട് നമ്മുടെ ഈ സംഭവമാണ് ഉണ്ടാക്കാം. അപ്പം ഇത് നമ്മുടെ ഫോണിൽ ഹോളോഗ്രാമിൻ്റെ വീഡിയോ ഒക്കെ വെച്ച് കാണുമ്പോൾ നല്ലൊരു 3D ലുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് വെച്ചാൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ഇതാക്കാൻ വേണ്ടി മെയിൻ സംഭവം. അപ്പം ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇവിടെ എടുക്കുക. അടുത്ത് നമുക്ക് വേണ്ടത് കത്രികയാണ്. ഇത് മുറിച്ച് ഷേപ്പാക്കാൻ വേണ്ടി കത്രിക യൂസ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടി ഇപ്പോൾ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു പേപ്പർ ആവശ്യമുണ്ട്. ഇത് കാർഡ്ബോർഡ് പേപ്പറാണ്. ഇത് നമുക്ക് നമ്മുടെ അളവ് വരച്ചെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് 2 സ്കെയിലും ഒരു പെൻസിലും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഡയഗ്രാം വരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ഇതായിരിക്കും ഇതിൻ്റെ മെയിൻ രൂപം. അപ്പോൾ നമ്മൾ വരച്ചെടുക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഒരു നേരെ ഒരു ലൈൻ ഇട്ട ശേഷം നമ്മളൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് നമുക്ക് 1 സെൻറ്റിമീറ്ററിലാണ് വര വരക്കേണ്ടത്. അപ്പം ഏകദേശം ആ വരയുടെ നടുഭാഗത്ത് 1 സെൻറ്റിമീറ്ററിൽ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ഇതാ 1 സെൻറ്റിമീറ്റർ നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്നും താഴോട്ടൊരു വര വരച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇവിടെയായിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇത് ഏകദേശം 3.5 സെൻറ്റിമീറ്റർ ആണുള്ളത്. അതിൻ്റെ നടുഭാഗത്ത് നിന്ന് നമുക്കൊരു 6.5 സെൻറ്റിമീറ്ററിലൊരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പം ഏകദേശം അത് നടുവായിട്ട് തന്നെ വരണം. അപ്പോൾ നമ്മുടെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും നമ്മുടെ 1 സെൻറ്റിമീറ്ററിൻ്റെ ലൈനിലേക്കൊന്ന് മുട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഡയഗ്രാം പൂർത്തിയാകുന്നതാണ്. അപ്പം അങ്ങനെ 2 സൈഡൊന്ന് മുട്ടിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇതിൽ നമുക്ക് 6.5 സെൻറ്റിമീറ്റർ, 3.5 സെൻറ്റിമീറ്റർ, 4.5 സെൻറ്റിമീറ്റർ എന്നിവയാണ് ഇതിൻ്റെ അളവ്. ഇതൊരു ത്രികോണ ഷേപ്പിലാണ് ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ 3ാമത്തെ ഭാഗം കൂർത്തിരിക്കില്ല. ഇതാണ് സംഭവം. അടുത്ത വെച്ചാൽ നമുക്കിതൊന്ന് മുറിച്ച് ഇതിൻ്റെ ഷേപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അടുത്ത വെച്ചാൽ നമ്മൾ മുറിച്ചൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന് അടുത്ത വെച്ചാൽ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനുമായി ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് വൃത്തിയുള്ള പോർഷൻ ആയതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് മാറ്റിയെടുത്തത്. അപ്പോൾ അടുത്ത വെച്ചാൽ നമ്മുടെ ഡയഗ്രാം നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പം ഇതൊന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു സൈഡ് ഭാഗം തന്നെ വെച്ചെടുക്കാൻ വേണ്ടിയാണ്. ആ സൈഡ് മുറിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വെച്ചിരിക്കുന്നത്. ഒരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒരു മാർക്കറോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ ഔട്ട്ലൈനൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഭാഗം കൂടി വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇതും കൂടെ വരച്ച് നമ്മുടെ ഡയഗ്രാം സെറ്റായി. ഡയഗ്രാമത്തിൻ്റെ ഔട്ട്ലൈൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്രിക യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുറിച്ചും ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ 4 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മാക്സിമം വേണ്ട 4 പീസാണ്. അപ്പോൾ നമ്മൾ 4 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സെല്ലോ ടേപ്പാണ്. അപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പാണ് ഇവിടെ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ നമുക്ക് ഒന്ന് ചിരണ്ടി എടുക്കാം. അപ്പോൾ ഇതായത് ചെറിയ പോർഷൻ മതി. അതിൻ്റെ സൈഡ് ഭാഗം ഒട്ടിക്കാൻ പറ്റുന്നത്ര രീതിയിൽ മാത്രം മതി നമുക്ക്. അതിനുശേഷം ആ പീസ് നമുക്ക് നമ്മുടെ ഡയഗ്രാമത്തിൻ്റെ ഔട്ട്ലൈനിന് പകുതി മാത്രം ഒട്ടിച്ച് വെക്കുക. ബാക്കി നമുക്ക് പുറത്തു പോയാലും പ്രശ്നമില്ല. ബാക്കി നമ്മുടെ അടുത്ത ഡയഗ്രാമിൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് അവിടെ നിന്ന് പറിച്ചെടുക്കാം. അപ്പം പകുതി മാത്രമേ ഒട്ടിയിട്ടുള്ളൂ. ബാക്കി പോർഷനിൽ നമുക്ക് മറ്റേ ഹോളോഗ്രാമിൻ്റെ പീസും കൂടെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളോഗ്രാമിൻ്റെ ഡയഗ്രാം. അപ്പോൾ നമുക്കിതൊന്ന് സൈഡിൽ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഒരു 2 പീസുകൾ യോജിപ്പിക്കുമ്പം ഇങ്ങനെ നമുക്ക് 4 പീസ് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ 4 പീസ് യോജിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് പീസാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് 2 പീസും കൂടി നമുക്കൊന്ന് യോജിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒടിച്ചൊക്കെ നമ്മുടെ സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഹോളോഗ്രാമിൻ്റെ ഡയഗ്രാം നമുക്കൊന്ന് 2 കൂടി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹോളോഗ്രാമിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വീഡിയോ കണ്ട് നോക്കിയാൽ വേണ്ടു.
അപ്പോൾ നമ്മുടെ ഹോളോഗ്രാമിൽ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ പോയി വരുന്ന ഹോളോഗ്രാം വീഡിയോ എന്ന് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് തന്നെ ഒരു വന്നിട്ടുണ്ടാകും ഹോളോഗ്രാം വീഡിയോ ആയിട്ട്. അപ്പോൾ അതൊന്നും എടുത്ത് നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താകുന്ന ബെൽബട്ടൺ കൂടി ഞാൻ വെച്ച് തീർക്കാം. അപ്പോൾ ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോ വീണ്ടും വന്നിരിക്കും. ഇറ്റ്സ് മീ അജു ആൻഡ് സൈനിങ് ഔട്ട്.